ക്യാപ്ഷൻ കണ്ടപ്പം തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതെ, ഈദ് വ്ളോഗാണ്. ഈദ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യണത്. എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയാലും സാരമില്ല, ഇതൊക്കെ ക്ഷമിച്ച് സഹിച്ച് നിന്നേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ആരും എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ വരണ്ട. എന്നാൽ ഇതൊരു കണ്ടോളി, നിങ്ങൾ കണ്ടിട്ട് വന്നാൽ മതി. അപ്പം ടുഡേ ഈസ് വെരി സ്പെഷ്യൽ ഡേ, അതായത് ഈദാണ് ഗൈസ്, ഈദ്. സത്യം പറയാലോ, പെരുന്നാളിൻ്റെ അന്ന് ഈ വ്ളോഗ് എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മൂഡില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പോസിറ്റീവാക്കി ഓക്കെ എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ എന്നുള്ള ആ ഒരു സംഭവം മനസ്സിൽ വന്നു. അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല, എടുത്തു. എണീറ്റത് അതിരാവിലെ ആയിരുന്നു. രാവിലെ എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് 4 മണിക്ക് എണീറ്റ് എന്തെങ്കിലുമൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് ഒറ്റ നടത്തായിരുന്നു ഒന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നുണ്ടാക്കി വേഗം നിസ്കരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, വേഗം ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് പള്ളിയിൽ പോകണ്ടേ. അങ്ങനെ കുട്ടി കുട്ടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ എന്ത് ചെയ്തു, ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, കാരണം ഉറക്കം ശരിയാകത്തോണ്ട് തോന്നുന്നുണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ കുളിച്ചൊക്കെ ഒന്ന് വന്നപ്പോഴത്തിന് ഇതാണ് അവസ്ഥ. സൗണ്ടൊക്കെ പോയി ആകെ സീനായിക്കണം. തലേ ദിവസം തന്നെ ചെറിയൊരു പനീൻ്റെ സൂചന എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പനി എങ്ങനെയാണെന്നറിയോ, അതായത് പുറത്തേക്ക് ആരും അറിയില്ല പനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. തൊട്ടാൽ പോലും നല്ല മീൻസ് നോർമൽ ടെമ്പറേച്ചറായിരിക്കും, ബട്ട് അകത്ത് ഞാനിങ്ങനെ വെന്ത് ഉരുകയായിരിക്കും. എനിക്ക് അകത്ത പനി ഉണ്ടാവില്ല ഗൈസ്, ആരും വിശ്വസിക്കത്തില്ല. പനീനെ കുറിച്ച് പറഞ്ഞിങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ, നമുക്ക് വേഗം മാറ്റിയിട്ട് പള്ളിയിൽ പോണ്ടേ. അങ്ങനെതാ ഒരുക്കം തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ആ കൈ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കണം. എൻ്റെ മോനെ സീന് സ്മെല്ലാണ്. അത്ര പോലും അവിടെ തന്നെ മാറി നിന്ന് പോകും. അത്ര അടിപൊളി, എനിക്കിഷ്ടമായിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് ചെയ്ത് നോക്കാറുണ്ട്. ഇതാണിപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ എങ്ങനെയാ, ഒരു പാട്ട് കേട്ടിട്ട് നമുക്കത് തുടങ്ങിയാലോ. മതി കേട്ടോ പാട്ടൊക്കെ കേട്ടൊക്കെ ഇരുന്നത്. എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഇതിൻ്റെ ബാക്കിയത് കണ്ടോളി. എൻ്റെ പ്രഹസനങ്ങൾ കുറേ ഉണ്ടാവും. പിന്നെ രാവിലെ തന്നെ ഈ സാധനം ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് അതേപോലെ എണീച്ച് വന്ന് മുഖയൊക്കെയുണ്ടത്. അതുകൊണ്ട് ഞാൻ വേഗം അത് എഴുതിയിട്ട് എല്ലാം കഴിഞ്ഞത് റെഡിയായി. എങ്ങനെയുണ്ട് ഗൈസ്, ഇങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? ഏതാല്ലേ രാവിലെ ആയിട്ടുണ്ട്, സമയം 6:20 ആയിട്ടുണ്ട്. സോ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാനാവും. ഇത് ഞാൻ ഷോൾ റോൾ ചെയ്യണോ അതോ ചുമ്മാ ഇട്ടാൽ മതിയോ എന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്തു എന്ത് ഷോൾ തന്നെ ഇട്ടാൽ മതി, റോൾ ചെയ്യണ്ടെന്നുള്ളത്. അങ്ങനെ ഇതാ ഇറങ്ങി മുറ്റത്തെത്തി ഗൈസ്. ഇനി ബാക്കി കാണാം. എനിക്ക് എന്നെ ഒന്ന് സ്നേഹിക്കാൻ പോലും പറ്റൂല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക. ഞാൻ ഇന്നെ തന്നെ സ്നേഹിക്കുമ്പോഴത്തേന് ആൾക്കാരിങ്ങനെ നോക്കി കളിയൊക്കെ ചിരിക്കണം ഗൈസ്. ഞാൻ എന്താ ചെയ്യുക, ഇപ്പം റാനിയും വരും ഇന്നെ കളിയാക്കാൻ. നോക്കിക്കോ. ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ. അങ്ങനെ ചെറിയ മഴപ്പാറ്റിലൂടെ വണ്ടി ഇങ്ങനെ നീക്കൊണ്ടിരിക്കുകയാണ്, കൂടെ ഞങ്ങളും.
പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാ എന്താ തിരക്കെന്നറിയോ? തിരക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളെ വണ്ടി അവിടെ എവിടെയോ കുടുങ്ങി കിടക്കുകയാണ്. ഇനി എവിടുന്ന് എപ്പോൾ എങ്ങനെ എസ്കേപ്പ് ആവുമെന്ന് ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവൻ ബാബുവിൻ്റെ കുറേ പിത്തനകൾ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ പല കളികളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നേരെ എന്താ പരിപാടി, ഫുഡ് കഴിക്കുക. വിശന്നിട്ട് വയ്യ മോളെ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് പനിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റോസിൽ എന്തോ സാധനം എടുത്ത് വരുന്നത്. എന്താ ചെയ്യുക, എൻ്റെ കെയറിങ് ഏട്ടായിയാണ് ഇവൻ. നമ്മളെ പരിചരിക്കാൻ ആരവിടെ ഉള്ളത് നോക്കിയാണ്. മൊലാൻറ്റിക്ക് പനിയാണ്. അപ്പൊ പനിക്ക് എന്റെ കുട്ടിയാണ് മൊലാൻറ്റിനെ നോക്കുന്നില്ലേ. ഹായ് ഗൈഷ് വന്ന ഇതാരാ പനി കൊടുത്ത? ഇതാരാ? ഒരു നമ്മളിന്ന് എങ്ങോട്ടാ പോയിനി പറഞ്ഞോക്ക്. സ്കൂൾക്കോ? യെസ് ഗൈസ്, ഞങ്ങൾ നിഷ്കരിച്ചാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ പള്ളിക്ക്. അല്ലേ, ഞാൻ പുതിയ ഉടുപ്പ് കാണിച്ചു കൊടുത്ത നോക്കട്ടെ. ടീഷർട്ടും ട്രൗസറും കാണിച്ചു കൊടുക്ക്. യെസ്. ഓ ഇപ്പോഴാണല്ലോ കാണോല്. ഒരവ എന്താ മോളെ, എനിക്ക് ഒരവ ഉണ്ട. ഞാനൊരു പൂ ചോദിച്ചിട്ടുള്ളൂ, അവനൊരു പൂക്കാലം തന്നെനിക്ക്. മതി 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 സ്നേഹിച്ച് മതി. അയ്യോ എന്തത് എന്തത് മോളെ, എന്നെ ഉമ്മ വെച്ച് കൊല്ലജ്. കാക്കു എന്നെ കൊല്ലിട്ട അതിന്റെ അടുത്ത് മൂക്കായിട്ട് ഇതാവുക മോളെ. എനിക്ക് പൊള്ളുണ്ട് ഇവിടെ, ഇവിടെ പൊള്ളുണ്ട് മോളെ. എനിക്ക് ജതാക്കിട്ട് എനിക്ക് കൊള്ളില്ല. യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ശരിയാവും? പക്ഷെ അങ്ങനെക്ക് എന്റെ പച്ച വരുന്നതാ. ഈ ഒരു ഡാഡി വരുന്നത്. ഡാഡി കൂടി ഹായ് ഡഡി വിളിക്കും. ഹായ് ഡാഡി. പാപ്പ ഉണ്ടായി. തലേന്ന് അത് ഇന്നലെ തുടങ്ങിയതാണ്. ചെറിയൊരു ചുമയും മുട്ടലും തട്ടലൊക്കെ ആയിട്ട് വയ്യ സത്യം പറഞ്ഞാൽ. എന്നാലും മാക്സിമം നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം എന്നാണല്ലോ അതായത്. അപ്പം കുഴപ്പമൊന്നുമില്ല, ഞാൻ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. ഓക്കെ ആയിക്കോളും. ഞാൻ വിചാരിച്ചിരുന്നില്ല പെരുന്നാൾ കോളാവുമെന്നുള്ളത്. പക്ഷെ ഇല്ല, ഇതുവരെ ആയിട്ടില്ല. പഠിച്ചവൻ്റെ അടുത്തല്ല, ഇനി എന്താ പഠിച്ചവനറിയാം. നമുക്ക് സ്ഥലത്തേക്ക് പോയേക്കും. റംബൂട്ടാനതാ നിറയെ ഉണ്ടായിക്കോളൂ. ബട്ട് ഒന്നും റെഡ് കളർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. റെഡ് കളർ തന്നെ ആവണമെന്ന് എന്താ ഇത്ര വലിയ വാശി? ഞാൻ പച്ച കഴിക്കും, അതുകൊണ്ട് ഉള്ള പച്ചയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് പോവുക. അപ്പം ഇതിൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. കാരണം ഞാൻ ഇത്ര വീഡിയോ എടുത്തിട്ടുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ശേഷം മക്കളെ ഞാൻ സൈഡായിപ്പോയി, അതുകൊണ്ട് വീഡിയോ ഒന്നുമില്ല. ഇതന്നെ കണ്ടോളി.